ദൈവനാമത്തിന് വീണ്ടും മഹത്വം. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരുന്നത് ഇപ്രകാരമാണ്: കർത്താവെ, നീ ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് മാത്രം വന്ന് താമസിച്ച്, നമ്മൾ ലോഡ്ജിലൊക്കെ പോകുമ്പോൾ മുറിയെടുത്ത് താമസിക്കും. അതവർ അവിടെ സ്ഥിരവാസികളല്ല. അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ വിരുന്നുകാർ വന്ന് താമസിക്കും. അവർ സ്ഥിരവാസികളല്ല. അവർ ചില മണിക്കൂറുകൾ മാത്രമേ നിൽക്കുള്ളൂ, കൂടി വന്ന ഒരു ദിവസം അങ്ങനെയൊക്കെ മാത്രമേ നിൽക്കുകയുള്ളൂ. അവർ സ്ഥിരവാസികളല്ല. എന്നാൽ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്, കാൺമീൻ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞതാ, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ കർത്താവിനോട് ചോദിക്കുക, നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നീ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നേ. എന്താ, ഒരു ദിവസത്തേക്ക് മാത്രം വന്ന് കൂടാരം അടിച്ച് താമസിച്ച് പോകുന്ന ഒരാളെ പോലെ ഞങ്ങളോട് എന്താ അങ്ങനെ പെരുമാറുന്നത്? കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിന്റെ അനുഭവം, യേശു നമുക്ക് വേണ്ടി സകലതും ചെയ്തവനാണ്. എന്നേക്ക് നമ്മോടൊപ്പം ഇരിക്കാൻ, നമ്മുടെ ഉള്ളിലിരിക്കാൻ, നമ്മെ കാക്കാൻ, നമ്മെ താങ്ങാൻ മതിയായവനാണ്, മനസ്സുള്ളവനും. പക്ഷേ അവനും നമ്മോടൊപ്പം ഇരിക്കാൻ പറ്റാത്ത നിലയിലാക്കി തീർക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇനി ഏറ്റവും ആദ്യം നമുക്ക് എന്ത്, ഈ ഒരു ദിവസത്തേക്ക് വന്നതിനാ? ഇതിലേക്ക് വരാതിരുന്നാ പോരെ? ഈ ഒരു ദിവസത്തേക്ക് വന്നതിനാ? അവിടെയാണ് നമ്മളൊന്ന് ചിന്തിക്കുന്ന ചിന്ത. കർത്താവിന്റെ വചനത്തിൽ എമ്മൗസിലേക്ക് രണ്ട് ശിഷ്യന്മാര് എമ്മൗസിലേക്കുള്ള വഴിക്ക് പോവുക. യെരൂശലേമിലായിരുന്നു, കർത്താവിന്റെ ശിഷ്യന്മാരായിരുന്നു. എന്നാൽ കർത്താവ് മരിച്ചു 3 ദിവസം കഴിഞ്ഞു. അപ്പൊ പ്രതീക്ഷയെല്ലാം പോയി. ഇനി ഇവിടെ നിന്നിട്ടെന്താ കാര്യം? നമുക്ക് പോവാം. കൂട്ടുകാരനോട് പറഞ്ഞു, രണ്ടുപേരും കൂടെ ഒത്ത് ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അവനും ഇനി എന്നിട്ട് കാര്യമില്ല, കർത്താവ് മരിച്ചു, ശിഷ്യന്മാരൊക്കെ അവിടെ എവിടെയൊക്കെ പോയി, ഇനി ഇതൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ പോവാൻ പോകുന്ന വഴിക്ക് അവർക്ക് സംശയമുണ്ട്, എന്താ ഇങ്ങനെ, എന്ത് സംഭവിച്ചു? യഥാർത്ഥത്തിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ മാനുഷികമല്ല. അത് സ്പഷ്ടമായിട്ട് നമ്മൾ കണ്ടതാണ്. കാരണം ഇന്ന് വരെ ഈ മനുഷ്യ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത കാര്യങ്ങളൊക്കെയാണ് അവൻ ചെയ്തത്. പിന്നെ അവനെ തന്നെ രക്ഷിക്കാൻ കഴിയാതിരുന്നത് എന്താ? അവൻ മരിച്ചു, പിന്നെ നമ്മൾ കാത്തിരുന്നില്ലേ? എത്ര ദിവസം? 3 ദിവസം കാത്തിരുന്നില്ലേ? നടക്കില്ല, ഒന്നും നടക്കില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോവാണ്. പോകുന്ന വഴിക്ക് അവൻ പല കാര്യങ്ങളും ഓരോരുത്തരും ഓരോ ന്യായം പറയും. ഇങ്ങനെ ന്യായം പറഞ്ഞ് പോകുന്നതിനിടയ്ക്ക് യേശു ഇവരോട് ചേർന്ന് നടന്നു. യേശു അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് തന്റെ ദാസന്മാരുടെ അടുക്കൽ വരുന്ന സന്ദർഭമാണ്. ഇവര് നടക്കുന്നത് കണ്ട് യേശുവിനെ തിരിച്ചറിയാൻ പറ്റാതെ ഇവരെ കണ്ണങ്ങ് നിരോധിച്ചു, അറിയരുത്. എന്നിട്ട് കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും നടക്കുന്ന തർക്കിച്ച് വാദിക്കുന്ന കാര്യം തന്നെ? അപ്പൊ ഇവരിൽ ഒരാൾ പറഞ്ഞ്, ഹാ, ഇപ്പൊ യെരൂശലേമിൽ വന്ന് പാർക്കുന്ന ഇപ്പൊ നീ മാത്രം ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? യേശു ചോദിച്ചു, ഏത് കാര്യം? ഇവിടെ യേശു എന്ന് പറഞ്ഞ ഒരാള്, ഞങ്ങളെല്ലാവരും വിചാരിച്ച് അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനാണ്, വീണ്ടെടുപ്പുകാരനാണ് എന്നൊക്കെ വിചാരിച്ച് ഇരുന്നതാ. അവനെ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് ക്രൂശിച്ചു. ആ മഹാപുരോഹിതന്മാരും പരീശന്മാരും യഹൂദന്മാരെല്ലാവരും കൂടെ കൂടി അവനെതിരെ നിന്ന് കൊണ്ടുപോയി ക്രൂശിച്ചു. അത് മാത്രമല്ല, ക്രൂശിച്ചു കൊണ്ടുപോയി അടക്കി. അതൊക്കെ ഞങ്ങൾക്ക് സാക്ഷികളാ. 3 ദിവസമായി. 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പോവാ. പക്ഷെ ഒക്കെ ചിലർ പറയുന്നുണ്ട്, ഇതിന് അവൻ ഉയർത്തെഴുന്നേറ്റ് കല്ലറയിൽ അവന്റെ ശരീരം കാണുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ യേശു അവരോട് വാത് തുറന്നു, നിങ്ങൾ ഒരു മന്ദബുദ്ധികളാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം ശരിക്കറിയാൻ പാടില്ലേ? ക്രിസ്തു ആണെങ്കിൽ അവൻ അനുഭവിക്കേണ്ട കാര്യം എന്താ? സകല കഷ്ടം അനുഭവിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേക്കണമെന്ന് വചനമില്ലേ? അത് ശരിയാ. അപ്പൊ അങ്ങനെയായിരിക്കും സംഭവിച്ചേ. അപ്പൊ അവർക്കൊരു വിശ്വാസം വന്നു. കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവര് ചെന്നിരുന്ന ഗ്രാമത്തിന്റെ അടുക്കൽ വന്നു. ഗ്രാമത്തിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് ഗ്രാമത്തിലേക്ക് കയറാൻ പോവാ.
യേശു നേരെ പോവുക വഴിപോക്കനെ പോലെ. നീ എങ്ങോട്ട് പോകണം? ഞാൻ നേരെ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് തന്നെ. അയ്യോ അങ്ങനെ പോവല്ലേ. നമുക്കിപ്പോ ഈ രാത്രി നമുക്ക് ഇവിടെ ഇവിടെ കേറിയിട്ട് പോവാം. ഭവനത്തിൽ കേറി ഇന്ന് ഇവിടെ രാപ്പാർക്കാം. ഇല്ല. ഞാനങ്ങ് പോവാ. അയ്യോ അങ്ങനെ പോകരുത്. നിർബന്ധിച്ചപ്പോ യേശു സമ്മതിച്ചു. ചെന്ന് ഭവനത്തിൽ ചെന്ന് എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നമുക്കെന്നാ ഭക്ഷണം കഴിക്കാം. അല്ല അപ്പം കൊണ്ടുവന്ന് വെച്ചു. ഭക്ഷണ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ യേശു ഒരു പ്രവൃത്തി ചെയ്തു. അതിലൊരു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി. അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കിയപ്പോഴേക്കും ഇവരുടെ കണ്ണിനെ ബന്ധിച്ചിരിക്കുന്ന ആ കാഴ്ചയ്ക്ക് ഉള്ള തടസ്സം അങ്ങ് മാറ്റി കർത്താവ്. അപ്പോഴും ഞാൻ നോക്കിയപ്പോ യേശു, യോ റബ്ബൂനി, യേശുവേ. അപ്പോൾ തന്നെ അവരുടെ കാഴ്ചയ്ക്ക് മറയുകയും ചെയ്തു. എന്തൊരു സന്ദർഭം, എന്തൊരു സന്ദർഭം. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത്, അവൻ വന്ന് ഈ ഗ്രാമത്തിലേക്ക് വിളിച്ച് നിർബന്ധിച്ച് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അവൻ അവന്റെ വഴിക്ക് പോയേനെ. അവൻ അവന്റെ വഴിക്ക് പോയേനെ. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. അവൻ അത്രയും നേരം സംസാരിച്ചത് എന്തിനാണെന്നറിയാമോ? യഥാർത്ഥത്തിൽ ഇവരുടെ ഉള്ളത്തെ ഉണർത്തി ദൈവം ആരെന്ന് അവർക്ക് വെളിപ്പെടുത്തുകയായിരുന്നു. ഇനി അവർക്കൊരു മര്യാദയുണ്ട്. അതിഥി സൽക്കാരം മറക്കരുത്. അവനെ ഭവനത്തിൽ കൈക്കൊള്ളണം. അതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ്. നിർബന്ധിക്കേണ്ടതിന്റെയും അവനെ ഭവനത്തിൽ കൊണ്ടുവരേണ്ടതിനും ഉത്തരവാദിത്വം അവനാണ്. അത് കേട്ട വചനം അവരിൽ വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. ഇത് സംഭവിക്കുമ്പോഴാണ് അവൻ ഒരു ദിവസത്തേക്കല്ല, പിന്നെയോ എന്നേക്കുമായിട്ട് വസിക്കുന്നത് അപ്പോഴാണ്. എന്നേക്കുമായിട്ട്. അതാണ് പിന്മാറ്റക്കാരോടും വീണ് കിടക്കുന്നവരോടും കർത്താവ് അടുത്ത് വരുമ്പോൾ ഒരു ദിവസത്തേക്ക് വരുക. ഒരു കാര്യം ഓർത്തു കൊള്ളണം, നമുക്ക് വീഴ്ചയുണ്ടെങ്കിൽ, നമുക്ക് താഴ്ചയുണ്ടെങ്കിൽ, നമ്മൾ പിന്മാറിയിട്ടുണ്ടെങ്കിൽ നമ്മെ കർത്താവ് തിരിച്ചു കൊണ്ടുവരാൻ വരുന്നത് ആദ്യം ഒരു ദിവസത്തേക്കാണ്. ഈ ഒരു ദിവസം എന്നുള്ളത് അത് എന്നേക്കുമായിട്ട് നമ്മളെ കൈക്കൊള്ളുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. അത് കൈക്കൊള്ളുന്നുവെങ്കിൽ അത് എന്നേക്കുമായിരിക്കും. അതിന് യഹൂദ മര്യാദ കാണിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനപ്രകാരമുള്ള ആചാരമര്യാദ കാണിക്കണം, ദൈവഭക്തന്റെ മര്യാദ കാണിക്കണം. അവിടെയാണ് ദാവീദ് അത്രയും വലിയ കുഴിയിൽ വീണെടുക്കുക. കർത്താവ് പ്രവാചകനെ അയച്ച് പാപബോധം വന്നപ്പോ അവൻ മരണയോഗ്യനാണ്. ആരായിരുന്നാലും അവൻ മരണയോഗ്യനാണെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ നീ തന്നെ. അപ്പൊ അവൻ മരണയോഗ്യനെന്ന് പറയാൻ തക്കവണ്ണം ഒരു നീതിബോധം ഇപ്പോഴും അവനിലുണ്ട്. ഇപ്പോഴും ദൈവത്തിന്റെ പൈതൽ എന്നുള്ള സ്ഥാനത്ത് നാം പോയിട്ടില്ല. അന്തർഭാഗത്ത് അവന് സത്യമുണ്ട്. അവനോടുകൂടെ വസിക്കാൻ, കള്ളന്മാരോടുകൂടെ വസിക്കുന്നവനല്ല ദൈവം. അന്തർഭാഗത്ത് സത്യമുള്ളവനോടുകൂടെ അവനിൽ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും അവനെ അതിൽ വസിച്ച് ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തു കളയാത്തവൻ, അതിനെ കത്തിച്ചുകൊണ്ട് വരുവാൻ സ്ഥിരവാസിയാണ്. അതിന് പകരം വേറൊരു സംഭവം ഉണ്ടായി. ശൗല് അനുസരണക്കേട് കാണിച്ച് വന്ന് നിൽക്കുക. അപ്പോ ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള നിലയിലാ കൊടിയൊക്കെ പിടിച്ചോണ്ടാ വന്നിരിക്കുന്നത്, സൈന്യമൊക്കെ ആയിട്ട്. അപ്പോൾ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, അവൻ തെറ്റി, അവനെ നീ രാജസ്ഥാനത്ത് ഇരുത്തില്ല എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശമൂവേൽ വന്നു കഴിഞ്ഞ് ശൗലിന്റെ അടുത്തേക്ക് വന്നപ്പോ ഓടിച്ചെന്ന് ശമൂവേലിനോട് ശൗൽ പറഞ്ഞു, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടാൻ, ഞാൻ പോയി ശത്രുക്കളായ അമാലേക്കരെ സംഹരിച്ച് ജയിച്ചു വന്നിരിക്കുക. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അവരെ നിർമൂലമാക്കി. അപ്പോൾ കാളയുടെ മുക്കുറയും മൃഗങ്ങളുടെ കരച്ചിലും ധാരാളം ഒക്കെ അവിടെ ഇവിടെ കേൾക്കുന്നുണ്ട്. ചെറിയ കാളയൊന്നുമല്ല. അന്നുണ്ടായിരുന്ന കനാൻ ദേശത്തുണ്ടായിരുന്ന കാളയെന്നൊക്കെ പറയുന്നത് അതുപോലൊരു കാളയാ. ശമൂവേൽ ചോദിച്ചു, എന്റെ ചെവിയിൽ കേൾക്കുന്ന ഈ കാളയുടെ മുക്കുറയും ഈ ശബ്ദമായിരുന്നവന് അത് മുഴുവൻ നശിപ്പിച്ച് കളയാൻ സമയത്ത് ജനം പറഞ്ഞ് അങ്ങനെ മുഴുവൻ നശിപ്പിക്കണ്ട, നമുക്ക് കർത്താവിന് യാഗം കഴിക്കാനായിട്ട് കുറച്ച് മാറ്റി വയ്ക്കാം.
അന്നും പറഞ്ഞ് കൊണ്ടുപോവാ. ശമൂവേൽ പറഞ്ഞ്, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതാണോ യാഗം കഴിക്കുന്നതാണോ നല്ലത്? മോനെ, അനുസരിക്കുന്നത് യാഗത്തെക്കാൾ വലുതാണ്. ഈ യാഗം വന്നത് എന്തുകൊണ്ടെന്നറിയാമോ? അനുസരണക്കേട് കൊണ്ടാ യാഗം വന്നത്. ഹവ്വ അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ് പിന്നീട് യാഗങ്ങളുടെ നിയമങ്ങൾ വന്നത്. അനുസരിച്ചെങ്കിൽ നമുക്ക് യാഗത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ബോധം വേണം. ഒരു കാര്യം കൂടെ കേട്ടോ, യഹോവ നിന്നെ ആ സ്ഥാനത്ത് നിന്ന് തള്ളിയിരിക്കുന്നു. നിനക്ക് പകരം വേറൊരാളെ നിയമിക്കും. കേട്ടതെന്താ? തലമുറ തലമുറയായി തൻ്റെ തലമുറ മുഴുവനും രാജസ്ഥാനത്തിരുന്ന് വാഴേണ്ടുന്ന അവസ്ഥയിൽ നിന്ന് തൻ്റെ രാജ്യത്തും പോയിപ്പോയെന്നാ കേട്ടെ. സംഭവിച്ചതെന്നറിയാവോ? ആദ്യം നമ്മൾ പറഞ്ഞ വായിച്ചതെന്ന്, അവൻ എമ്മൗസിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് അവരുടെ കൂടെ പോകാതെ നേരെ മുമ്പോട്ട് പോവുക. അവനെ ആദിത്യ മര്യാദ അനുസരിച്ച് തിരിച്ച് നിർബന്ധിച്ച് കൊണ്ടുവന്ന. ഇവിടെ ഇവിടെ ശമൂവേൽ ഇത് പറഞ്ഞതിന് ശേഷം അങ്ങ് പോവുക. പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവ പറഞ്ഞ വാക്കെന്നറിയോ? പോകല്ലേ, ഈ ജനത്തിന്റെ മുമ്പിൽ എന്നെ മാനിച്ച് എൻ്റെ കൂടെ വരണമേ. ഇപ്പോഴും അവന് ഇത്രയും വലിയ ദൂത് കേട്ടിട്ടും കർത്താവ് അവനെ രക്ഷിക്കാൻ തക്കവണ്ണം, അതായത് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന വചനമാണ്, ദൈവത്തിന് വിരോധമായി പ്രവർത്തിപ്പാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ഒരു മനുഷ്യനുണ്ടായിട്ടില്ല. ഏറ്റവും ദൈവനിഷേധിയാണ്, ദൈവത്തിന് വിരോധിയാണ് ആഹാബ്. പക്ഷെ ഒരു ദൂത് കേട്ടപ്പോ, ആഹാബിന്റെ ഗൃഹത്തെ മുടിച്ചു കളയുമെന്ന് കർത്താവ് ഒരു ദൂത് പറഞ്ഞപ്പോ, അപ്പോൾ തന്നെ ആഹാബ് എട്ടിലും വെണ്ണീറിലും ഇരുന്ന് നിലവിളിച്ചു, ക്ഷമിക്കണമേ, ദുഷ്ടനാണ്, ശത്രുവാണ്. പക്ഷേ തന്നെത്താൻ താഴ്ത്തിയപ്പോ ഏലിയാവിനോട് കർത്താവ് പറഞ്ഞു, ഏലിയാവേ, അവൻ എൻ്റെ മുമ്പാകെ, അവൻ ആരും ആകട്ടെ എൻ്റെ മുമ്പാകെ താഴ്ത്തിയത് കണ്ടോ? അതുകൊണ്ട് അവൻ്റെ ജീവിതകാലത്ത് ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഇത്രയും നാശം അവൻ്റെ ജീവിതകാലത്ത് ഞാൻ ചെയ്യുന്നില്ല. ദൈവത്തിന് മുമ്പാകെ താഴ്ത്തുന്നവന്റെ ജീവിതം എന്തായിത്തീരുമെന്ന് ആർക്കറിയാം? ഇത് ഇത്രയും വലിയ ദൂത് കേട്ട് നിന്റെ രാജ്യത്തും പൊയ്പോയെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ശൗല് പറഞ്ഞ ഭാഗം നമുക്കൊന്ന് വായിക്കാം, എന്നാലേ അതിന്റെ ഗൗരവം അറിയാവുള്ളൂ. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 26 മുതൽ, ശമൂവേൽ ശൗലിനോട്, ഞാൻ പോരുകയില്ല, നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവ നിന്നെയും ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. പിന്നെ ശമൂവേൽ പോകുവാൻ തിരിഞ്ഞപ്പോൾ അവൻ അവൻ്റെ ആ നിലയം കീടെ വിളുമ്പ് പിടിച്ചു വലിച്ചു, അത് കീറിപ്പോയി. ശമൂവേൽ അവനോട്, യഹോവ ഇന്ന് ഇസ്രായേലിന്റെ രാജ്യത്ത് നിങ്കിൽ നിന്ന് കീറി നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വമായവൻ ഭോഷ്ക് പറയുകയില്ല, അനുദവിക്കുകയുമില്ല, അനുദവിപ്പാൻ അവൻ മനുഷ്യനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എങ്കിലും പിന്നെ എന്താ പറയണ്ടേ? ഇത്രയും വലിയ ദൂത് കേട്ടാൽ എന്താ പറയണ്ടേ? എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഭോഷത്വം പ്രവർത്തിച്ചു പോയി, ദൈവമേ എന്നെ കൈവിട്ട് കളയില്ലെന്ന് ഒരു വാക്കല്ലേ പറയണ്ടേ? അത് പറഞ്ഞാൽ കരുണാസമ്പന്നനായ ദൈവം, നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും ദുഷ്ടനായ ആഹാബിന് കർത്താവ് വിടുതൽ കൊടുത്തെങ്കിൽ ശൗലിന് നീക്കുപോക്ക് കൊടുക്കൂലേ? പക്ഷെ അവൻ പറഞ്ഞു വായിക്കുന്നറിയാമോ? ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എങ്കിലും ജനത്തിന്റെ മൂപ്പന്മാരുടെയും ഇസ്രായേലിന്റെയും മുമ്പാകെ ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോട് പോരണമേ എന്ന് വിളിച്ചു. മാനുഷ ഭയം ഒരു കണിയാണ്. മനുഷ്യന്റെ മുൻപാകെ ഒരു മാന്യത, ഇത് ആഗ്രഹിച്ച് നടക്കുന്നവൻ വിശ്വാസം പൂർത്തിയാക്കില്ല. വിശ്വാസത്തിന് ആരംഭം എന്നാണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, തമ്മിൽ ബഹുമാനങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിൽ നിന്നുള്ള മാനം കാക്ഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ചൂടാണ് വേണ്ടത്. എന്താണെന്നറിയാമോ? മനുഷ്യന്റെ സർട്ടിഫിക്കറ്റ് അല്ല എനിക്ക് വേണ്ടത്.
മനുഷ്യന്റെ അംഗീകാരം, മനുഷ്യന്റെ മാന്യതയല്ല എനിക്ക് വേണ്ടത്. അവന്റെ ഒരു മാന്യത ഞാൻ ഏക ദൈവത്തിൽ നിന്നുള്ള മാനത്തെ കാക്ഷിച്ചാണ് ഇതിലേക്ക് വരുന്നതെന്ന് അവൻ തീരുമാനിച്ച് അതിലേക്ക് ഇറങ്ങിത്തിരിക്കാത്തവനൊന്നും ഇതിന് നിൽക്കില്ല. വചനം പറയുന്നത് എന്ത് സംഭവിച്ചെന്നറിയാമോ? എന്നേക്കുമായി രാജ്യത്വം അവനെ വിട്ടുപോയി. അവനെന്ന് മനുഷ്യനെ ഭയപ്പെടും. ഇത്രയും വലിയ ദൂത് കേട്ടിട്ട് അവൻ മനുഷ്യനെ ഭയപ്പെടും. എന്നാൽ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരിൽ നിന്ന് വെളിപ്പെട്ടത് അതല്ല. അവർ കർത്താവ് അവരോട് പാർപ്പാൻ ചെന്നു. ദാവീദ് പറഞ്ഞത് അങ്ങനെയല്ല. അന്തർഭാഗത്ത് സത്യമാണ് വെളിപ്പെട്ട് വന്നത്. ദാവീദ് എന്നേക്കും ഇന്ന് ക്രിസ്തു ജനിച്ചത് ദാവീദിന്റെ മകനായിട്ടാ. കാരണം ഒരു ദിവസത്തേക്കല്ല, ഒരു ദിവസത്തേക്ക് വന്ന് പാർക്കുന്ന വാടകക്കാരനെ പോലെയല്ല യേശു ദൈവം അവനോട് പാർത്തത്. അവനോടുകൂടെ ദൈവം പാർത്തത് എന്നേക്കുമായിട്ട്, എന്നേക്കും, ഇന്നും ഇന്നും ദാവീദിന്റെ സന്തതിയായി ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്നു. നാളെ ദാവീദിന്റെ സന്തതിയായി ക്രിസ്തു രാജസിംഹാസനത്തിൽ നിന്ന് ലോകത്തെ ഭരിക്കും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു ദിവസത്തേക്കാണോ അതോ എന്നേക്കുമാണോ കർത്താവ് വസിക്കേണ്ടതെന്ന് ആദ്യം നമ്മെ തന്നെ പരിശോധിക്കാം. സകലത്തിനേക്കാൾ കൂടുതൽ, സകലത്തേക്കാൾ എല്ലാറ്റിലും മുഖ്യമായി ദൈവത്തെ മാനിക്കുന്നവനാണോ അവനെ ദൈവം കൈവിട്ട് കളയുകയില്ല. അവനേക്കാൾ ഉപരി മറ്റേതെങ്കിലും തരത്തിലുള്ള ഭയമോ ഉണ്ടോ? അവൻ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു ദിവസത്തേക്ക് കർത്താവ് പാർത്തതിന് ശേഷം അവസാനമായി പറയാനുള്ളത് കൂടെ പറഞ്ഞതിന് ശേഷം കർത്താവ് തന്റെ വഴിക്ക് പോകും. അവനെ വിട്ടു പോവുക തന്നെ ചെയ്യും. ഇന്ന് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന പോലെ എന്നേക്കും ക്രിസ്തു നമ്മളോട് ഇരിപ്പാൻ തക്കവണ്ണം നമ്മിൽ നിന്ന് യഹൂദന്റെ മര്യാദ, ഒരു സാക്ഷാൽ വിശ്വാസിയുടെ മര്യാദ, പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം വെളിപ്പെട്ട് വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. നമുക്കിന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ താഴ്ത്താം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ആരാധനയെ കർത്താവ് അനുഗ്രഹിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ മേൽ കർത്താവിന്റെ കരം അനുഗ്രഹത്തിനായിട്ടുണ്ടായിരിക്കുമാറാകണമേ. എന്നേക്കും, ഒരു ദിവസത്തേക്കല്ല കർത്താവ്, എന്നേക്കും ഞങ്ങളോട് വസിക്കുന്ന ഒരു അനുഭവം കർത്താവ് ഞങ്ങൾ തരുമാറാകണം. ഞങ്ങളോട് ഇരിക്കണം. ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, ധന്യമാക്കി തീർക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഏവരെയും കർത്താവ് സന്ദർശിച്ച് അവരുടെ ജീവിതത്തിന് വേണ്ട വിടുതലും ആശ്വാസവും അനുഗ്രഹവും അഭിവൃദ്ധിയെല്ലാം കൽപ്പിച്ചു കൊടുക്കേണ്ടതിന്റെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാം മഹത്വം കൊടുക്കുവാനാണ്. സ്തോത്രം.